ഒറ്റമന്താരം ഭാഗം 6. ഡി, എങ്ങനെയുണ്ടടി നിന്റെ നന്ദേട്ടൻ? ഈ സ്നേഹം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലാണോ? പറയടി. നോവോടെ ചിഞ്ചു കാണാതെ ഒന്ന് ചിരിച്ചു നീള. തങ്ങളെ സംബന്ധിക്കുന്നത് ആരോടും പറയാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. കാരണം അത് അവരെ സംബന്ധിക്കുന്നത് മാത്രമാണ്. അവളെയും അവളുടെ നന്ദേട്ടനെയും മാത്രം സംബന്ധിക്കുന്നത്. അവിടെ മൂന്നാമതൊരാൾക്ക് പ്രവേശനമില്ലായിരുന്നു. ഹലോ, ഏത് ലോകത്താ? കൈഞ്ഞൊടിച്ച് ചിഞ്ചു വിളിച്ചതും തിരിച്ചെത്തിയിരുന്നു അവൾ മറ്റൊരു ലോകത്ത് നിന്ന്. എന്താ എന്താ നീ ചോദിച്ചേ? അയ്യോ എൻ്റെ പെണ്ണെ, നന്ദേട്ടന് നിന്നെ ഇഷ്ടല്ലേന്ന്. വന്നപ്പോൾ മുതലുള്ള രണ്ടുപേരുടെയും ഭാവം ശ്രദ്ധിച്ചതാവാം ചിഞ്ചു അങ്ങനെ ചോദിച്ചതെന്ന് നീള ചിന്തിച്ചു. അതെന്താ ചിഞ്ചു അങ്ങനെ ചോദിച്ചേ? എൻ്റെ നന്ദേട്ടന് എന്നെ ഇഷ്ടമില്ലാണ്ടിരിക്കുമോ? ആ മനസ്സ് നിറയെ ഞാനല്ലേ, ആ ഉള്ളിൽ മുഴുവൻ എനിക്കുള്ള സ്നേഹമല്ലേ. ശബ്ദം ചിലമ്പുന്നുണ്ടായിരുന്നു, എങ്കിലും അത് പുറത്തു കാട്ടാതെ അവൾ നടന്നു നീങ്ങിയിരുന്നു. പുറത്ത് വാതിൽക്കൽ എല്ലാം അറിഞ്ഞൊരച്ഛൻ ദയയോടെ അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തെത്തിയപ്പോഴാണ് അവളും അച്ഛനെ കാണുന്നത്. എന്താ അച്ഛ, എന്താ പറ്റിയേ? കണ്ണിലെ നീർത്തിളക്കം കണ്ട് അവൾ ചോദിച്ചു. ചിലപ്പോ ഈ മനസ്സ് നിറയുമ്പോൾ മിഴിയും കൂടെ നിറയാറുണ്ട്, അതാ എന്നും പറഞ്ഞ് നടന്നു നീങ്ങുന്ന വൃദ്ധനെ നോക്കി നിന്നു അവൾ. നന്ദേട്ടാ. രാവിലത്തെ കാപ്പി കഴിഞ്ഞ് സ്വന്തം ലോകത്ത് ചെന്ന് അലസമായി ഒരു താളിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നവനെ ഒന്ന് മടിച്ചിട്ടാണെങ്കിൽ കൂടി അവളൊന്ന് വിളിച്ചു. എഴുത്ത് നിർത്തിയെങ്കിലും തല ഉയർത്തി ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ അയാൾ ഇരുന്നു. ചിഞ്ചുവിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോയിക്കോട്ടെ, പണ്ട് കൂടെ പഠിച്ച കുട്ടികളെല്ലാം ഒന്ന് പറഞ്ഞു മുഴുമിക്കാൻ വിടാതെ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാം, എൻ്റെ സമ്മതത്തിനായി കാക്കണമെന്നില്ല എന്ന് എടുത്തടിച്ചതുപോലെ പറഞ്ഞിരുന്നു. വീണ്ടും ദേഷ്യത്തിൽ ഒന്ന് അമർത്തി എന്തൊക്കെയോ കുത്തിക്കുറിക്കാനും തുടങ്ങിയിരുന്നു. ഉള്ളിലെ മരവിപ്പ് കാരണം ഈ വാക്കുകൾ തന്നെ ഒട്ടും തന്നെ നോവിച്ചില്ലല്ലോ എന്ന് നീളയോർത്തു. വേഗം പുറത്തേക്കിറങ്ങി. അവിടെ കവറിട്ട് മൂടിവെച്ച തൻ്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയായിരുന്നു ചിഞ്ചു. സെൽഫ് എടുക്കാഞ്ഞ് കഷ്ടപ്പെട്ട് കിക്കറടിച്ച് സ്റ്റാർട്ടാക്കി. നീ പോയപ്പോൾ ഇത് വെറുതെയായി, എന്നാലും ഗോപിയെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഉരുട്ടിക്കാറുണ്ട്. ഉമ്മറത്തിൻ്റെ മുകളിലിരുന്ന് അവളെ നോക്കി പറയുന്നുണ്ടായിരുന്നു അച്ഛൻ. തൂണും പിടിച്ച് അമ്മ അരികത്തും. ഊണിന് കാലാവുമ്പോഴേക്കും രണ്ടും കൂടെ എത്തണം കേട്ടോ, കപട ഗൗരവം നടിച്ച് ടീച്ചർ പറഞ്ഞപ്പോൾ നിറഞ്ഞ ചിരിയോടെ നീള അനുകൂലിച്ച് തലയാട്ടിയിരുന്നു. ചിഞ്ചുവിൻ്റെ പുറകിൽ കയറി നന്ദൻ്റെ ട്യൂഷൻ സെന്ററിനരികിലൂടെ പോകുമ്പോൾ അവളുടെ കണ്ണുകൾ ഉള്ളിലേക്ക് നീണ്ടിരുന്നു. അവിടെ കണ്ടു ചെറുതായി ഒന്ന് ചെരിഞ്ഞ് അവർ പോകുന്നത് നോക്കുന്ന തൻ്റെ പ്രാണനെ. തങ്ങളെ ചെറുതായെങ്കിലും ഒന്ന് നോക്കുന്നവനെ കണ്ട് ചെറിയ ഒരു മന്ദസ്മിതം അവളുടെ ചുണ്ടിൽ വിടർന്നു. ഊണെല്ലാം മേശയുടെ മുകളിൽ കൊണ്ടുവയ്ക്കുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു ടീച്ചർ. മാമ്പഴ പുലിശ്ശേരി കരണ്ടിയിലെടുത്ത് കയ്യിലിറ്റിച്ച് ഒന്നുകൂടി പാകം നോക്കി ടീച്ചർ. നിളമോൾക്ക് വേണ്ടി താൻ ഉണ്ടാക്കിയത് എത്ര നോക്കിയിട്ടും മതിയാവുന്നില്ലായിരുന്നു. എന്തൊക്കെ അവൾക്കായി നൽകിയിട്ടും മതിയാവുന്നില്ലായിരുന്നു ആ അമ്മയ്ക്ക്. വീണ്ടും ആ നോട്ടം പടിക്കലേക്ക് നീണ്ടു. നന്ദൻ എത്തിയപ്പോൾ ഇലയിട്ട് ഊണ് വിളമ്പാൻ തുടങ്ങി ടീച്ചർ. തനിക്കായി വെച്ച് വെള്ളത്തിൽ കൈ കഴുകി നന്ദൻ മേശയ്ക്കരികിൽ എത്തി. അസ്വസ്ഥമായ മനസ്സോടെ പടിയിലേക്ക് മിഴികൾ പായിക്കുന്ന ടീച്ചറെ കണ്ട് അതിനേക്കാൾ അസ്വസ്ഥതയോടെ നന്ദൻ ചോദിച്ചു. അമ്മ ഇതാരെയായി നോക്കണത്? അവര് വന്നില്ലല്ലോ നന്ദ, ഊണിന് കാലാവുമ്പോഴേക്കും വരാന്ന് പറഞ്ഞതാ നീളമോള്. ഓ, പറഞ്ഞാ പിന്നെ കേൾക്കണവരാണല്ലോ എല്ലാം. ഉടുത്തരിങ്ങി പോയവർക്ക് വരാനും അറിയും. അമ്മയുടെ പണി നോക്ക് എന്ന് ദേഷിച്ച് പറഞ്ഞതും കേട്ടു. ടീച്ചറെ, സോമമാഷേ എന്ന് ഗോപിയുടെ ശബ്ദം. എന്തോ അപകടം പോലെ തോന്നി ടീച്ചർ ഉമ്മറത്തേക്ക് ഓടിയിരുന്നു. എന്താ ഗോപിയെ, എന്താ നീ ഓടിക്കതച്ച്? ടീച്ചറെ, ഇവിടുത്തെ കുട്ടികൾക്ക് കവലയിൽ വെച്ച്. എന്താ ഗോപിയെ, എന്താ നീ പറയണേ? വണ്ടി കാറിലിടിച്ചതാ. സാവിത്രിയമ്മയുടെ മോൾക്ക് കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ഇവിടുത്തെ മരുമോളൂട്ടിക്ക്. ഗോപിയേട്ടാ, കരയും പോലെയായിരുന്നു പുറകിൽ നിന്ന് ആ വിളി. നന്ദൻ പറ്റുന്ന വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു.
എന്താ എന്താ അവൾക്ക്? എൻ്റെ നിളയ്ക്ക് എന്താ പറ്റിയേ? ഭ്രാന്തനെ പോലെ അലറി ചോദിക്കുന്ന അവനെ തെല്ല് ഭയത്തോടെ ടീച്ചർ നോക്കി. പാടത്തു നിന്ന് അപ്പോഴേക്ക് മാഷും കയറി വന്നിരുന്നു.